പ്രൈസറോ കർത്താവിന്റെ അതിപരിസമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിധിയേറിയ നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ദൈവജന ഭാഗം വായിക്കുന്നു. ഫിലിപ്പിയർക്ക് ലേഖനം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം. എന്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ എല്ലാം ഇപ്പോഴും ഛേദം എന്നെണ്ണുന്നു. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനമാണ്. എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാനിപ്പോഴും എല്ലാം ഛേദം എന്നെണ്ണുന്നു. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിലെ പ്രധാനമായ ചില കാര്യങ്ങളാണ് പൗലോസിലൂടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദമസ്കോസിൽ വെച്ച് യേശുക്രിസ്തുവിനെ സന്ദർശിച്ച ശൗൽ അഥവാ അപ്പോസ്തലനായ പൗലോസ് ആദ്യമായി നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചപ്പോഴേ യേശു കൊടുത്ത മറുപടി നീ ഉപദ്രവിക്കുന്ന യേശു എന്ന. അല്ലേ? അപ്പൊ പൗലോസ് ഉപദ്രവിച്ചുകൊണ്ടിരുന്ന യേശു ക്രിസ്തുവിന്റെ ദർശനം പൗലോസിന്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പൗലോസിനെ രക്ഷയിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. രക്ഷകന്റെ ഒരു സ്ഥാനം തന്റെ ഉള്ളിൽ വന്നു. അതുവരെ പൗലോസ് ന്യായപ്രമാണം സംബന്ധിച്ച് വളരെ എരിവുള്ളവനാണെങ്കിലും ശുഷ്കാന്തി ഉള്ളവനാണെങ്കിലും രക്ഷകൻ തന്റെ ഉള്ളിലില്ല. ന്യായപ്രമാണം കൊണ്ട് പഴയ നിയമ യഹൂദ മത ചിന്താഗതികളെല്ലാം തനിക്കുണ്ട്, ഒരുപാട് പാരമ്പര്യങ്ങളുണ്ട്. പക്ഷെ രക്ഷകൻ ഹൃദയത്തിൽ ഇതായിപ്പോയി. രക്ഷകന്റെ സ്ഥാനം തന്റെ ഹൃദയത്തിൽ വന്നപ്പോൾ ശൗല് എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായ വലിയ മാറ്റങ്ങളെയാണ് വിശുദ്ധ ലേഖനങ്ങളിൽ പൗലോസ് തന്നെ രേഖപ്പെടുത്തി തരുന്നത്. ഇവനെ പരിശുദ്ധന്മാർ രേഖപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. ഇവിടെ ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം സ്തോത്രം അതിന്റെ 3 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ പൗലോസിന്റെ ചില ശ്രേഷ്ഠതകളെ കാണാൻ കഴിയും ന്യായപ്രമാണം സംബന്ധിച്ച്. ഒന്നാമത്തെ കാര്യം, നാമല്ലോ പരിച്ഛേദനക്കാർ. എല്ലാം നമുക്ക് വിവരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു മാത്രം പോവുക. എന്നാൽ പൗലോസ് പറയുകയാണ്, പഴയ നിയമം പാലിക്കാത്ത പരിച്ഛേദനക്കാരല്ല, പുതിയ നിയമം അനുസരിക്കുന്ന നാമാണ് ആത്മീയാർത്ഥത്തിൽ പരിച്ഛേദനക്കാർ. ഹല്ലേലൂയ. സ്തോത്രം. പുതിയ നിയമത്തിൽ നമ്മൾ പുറമേയുള്ള അഗ്രഹർമ്മമല്ല, ഹൃദയത്തിന്റെ അഗ്രഹർമ്മം, ഹൃദയത്തിന്റെ പരിശോധനയാണ്. രണ്ടാമത്തെ കാര്യം പൗലോസ് പറയുന്നത് ജഡത്തിൽ ആശ്രയിപ്പാൻ വക തനിക്കുണ്ടെന്നാണ്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ജഡത്തിൽ ആശ്രയിക്കുന്നവർക്കെതിരെ പൗലോസ് പറയുന്നത് ഇവിടെ തനിക്ക് ജഡത്തിൽ ആശ്രയിക്കാൻ അനവധി കാര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ താൻ ജഡത്തിൽ ആശ്രയിക്കാതെ കർത്താവിനെ ആശ്രയിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്തോത്രം വീണ്ടും മനസ്സിലാക്കുന്നത് 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ. അബ്രഹാമിന് ദൈവം കൊടുത്ത ഈ കൽപ്പന ഉൽപ്പത്തി പുസ്തകം 2:12 കാണാൻ കഴിയും. 8-ാം നാളിൽ അവൻ കൃത്യമായി ആചരിപ്പാൻ തുടങ്ങി. യേശുവിനെ പരിച്ഛേദന കഴിപ്പിച്ചതും 8-ാം നാളിലായിരുന്നു എന്ന് കാണാൻ കഴിയും. ഹല്ലേലൂയ. പഴയ നിയമപ്രകാരമാകട്ടെ പുതിയ നിയമത്തിലെല്ലാം ഹൃദയത്തിന്റെ പരിച്ഛേദന. ഇതപ്പോൾ തന്നെ പൗലോസിന്റെ ജഡത്തിൽ പ്രശംസിക്കാനുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. അടുത്തത് ഇസ്രായേൽ ജാതിക്കാരൻ. അബ്രഹാമിന്റെ സന്തതിയിൽ നിന്ന് അവകാശവാദം പറയുന്ന ഇസ്മായിലിലും ഏദോമിലും മറ്റു ചില സങ്കരവർഗക്കാരായ യഹൂദന്മാരും ഉണ്ടായിരുന്നത് കൊണ്ടാണ് പൗലോസ് പറയുന്നത് ഞാൻ ഇസ്രായേൽ ജാതിക്കാരനാണെന്ന്. പറഞ്ഞാല് ഇസ്രായേൽ ജാതിക്കാരൻ എന്ന് പറയുന്ന ഇസ്മായിലിലും ഏദോമിലും മറ്റു ചില സങ്കരവർഗക്കാർ നിൽക്കുന്ന ഇടയില് പൗലോസ് പറയാണ് ഞാൻ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ജാതിക്കാരന്. അല്ലേ? അടുത്ത പൗലോസാണ് ബെന്യാമീൻ ഗോത്രക്കാരൻ. 12 ഗോത്രപിതാക്കന്മാരിൽ റാഹേലിന്റെ ഓമനപുത്രനായിരിക്കുന്ന ബെന്യാമീന് മാത്രമേ കനാൻ നാട്ടിൽ വെച്ച് ജനിച്ചുള്ളൂ. ഇസ്രായേലിന്റെ 1-ാമത്തെ രാജാവായ ശൗൽ ബെന്യാമീൻ ഗോത്രക്കാരനാണെന്ന് അവിടെയും പറയാം. അപ്പം അവിടെയും ബെന്യാമീൻ ഗോത്രക്കാരനാണെന്ന് തനിക്ക് പ്രശംസിക്കാൻ കഴിയും. അടുത്ത എബ്രാഹിം ജനിച്ച എബ്രാഹിം. റോമൻ രീതികളും ഗ്രീക്ക് രീതികളും അനുസരിച്ച് ജീവിക്കുന്ന യഹൂദന്മാർ ധാരാളം അക്കാലത്തുണ്ടായിരുന്നു. എന്നാൽ പൗലോസ് എബ്രായ മാതൃഭാഷയുള്ളവനും എബ്രായ ജാതിയുടെ ഇസ്രായേലിന്റെ ന്യായപ്രമാണം അനുസരിച്ച് ജീവിച്ചു വരുന്നവനുമായിരുന്നു. അല്ലേ? ഇതിന്റെ നടുവിലും പറയാണ് ഞാൻ എബ്രാഹിം ജനിച്ച എബ്രായനാണ്. അല്ലേ? ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷ നടത്ത് പറയുക. അല്ലേ? അടുത്ത കാര്യം ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ച് പിന്നെ പൗലോസ് പറഞ്ഞ ന്യായപ്രമാണം സംബന്ധിച്ച് അനിന്യ. അങ്ങനെ എല്ലാ വിധത്തിലും ജഡത്തിൽ പ്രശംസിക്കുവാനുള്ള പൗലോസിന്റെ ജീവിതം അഥവാ ശൗലിന്റെ ജീവിതം ജഡത്തിൽ ആശ്രയിക്കുന്നവർക്കൊക്കെ നൽകുന്ന ശക്തമായൊരു ദൂത. ഇവിടെ നാം ചിന്തിക്കുന്ന ജഡത്തിൽ ആശ്രയിക്കരുത്,
പുതിയ നിയമസഭ കർത്താവായ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കണം. ലോകപ്രകാരം എടുത്തു പറയത്തക്ക അനവധി സവിശേഷതകൾ നിങ്ങൾക്കുണ്ടായിരിക്കും. നിങ്ങൾക്ക് നല്ല പാരമ്പര്യം, നല്ല ജീവിത സാഹചര്യങ്ങൾ, ആഡംബരങ്ങൾ, നല്ല കാറുകൾ, ഒരുപാട് ബന്ധങ്ങൾ, സ്ഥാനമാനങ്ങൾ, അധികാരങ്ങൾ, പണം, വളരെ നല്ല സൗന്ദര്യം ഒക്കെ നിങ്ങൾക്കുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ ജഡത്തിൽ ആശ്രയിക്കരുത്. ജഡത്തിൽ ആശ്രയിച്ചാൽ നിങ്ങളുടെ അവസാനം നരകമായിരിക്കും. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നതിനെ ദൈവം നരകത്തിന് വിട്ടുകൊടുക്കാതെ സ്വർഗത്തിന് ആമേൻ ദത്തെടുത്തിരിക്കുക. പ്രൈസ്. അപ്പൊ പൗലോസിന് എല്ലാം പുകഴുവാനുണ്ടെങ്കിലും പൗലോസ് അതെല്ലാം തള്ളിക്കളഞ്ഞിട്ട് എല്ലാം മാറ്റി ഇപ്പോൾ എല്ലാം ഛേദമെന്നിടുക, എല്ലാം മാറ്റിക്കളഞ്ഞു. ഒരുവൻ കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ അവന്റെ പിമ്പിലുള്ള സകല കാര്യങ്ങളും മറന്നു കളയണം. പിറകിലേക്ക് നോക്കി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടായിരിക്കും. എന്നാൽ മുമ്പോട്ട് നോക്കി യാത്ര ചെയ്യുന്നവനാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. ഇന്നും പലരും പാരമ്പര്യത്തിൽ ആശ്രയിച്ച് പാരമ്പര്യത്തിന്റെ മഹത്വം പറയുന്നവർ ക്രിസ്ത്യാനിയല്ല. യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലില്ലെങ്കിൽ, യേശു നമ്മുടെ രക്ഷകനായിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നാശകരമായ കുഴിയും കുഴഞ്ഞ ചേറുക. ഹല്ലേലൂയ. ക്രിസ്തു ജീവിതത്തില്ലെങ്കിൽ നമ്മൾ വളരെ നിരാശിതനായ മനുഷ്യനായിരിക്കും. ഹല്ലേലൂയ. നമുക്ക് ഈ മുനിസിപ്പാലിറ്റി ചേറും ചെളിയൊക്കെ കിടക്കുന്ന ഓടകൾ നിങ്ങൾ കണ്ടിട്ട് വളരെ ദുർഗന്ധം വമിക്കുന്നതാണ്. കറുത്ത് ഇരുണ്ട് വളരെ ദുർഗന്ധം വമിക്കുന്ന പുഴുക്കളെ കൊണ്ട് നിറയപ്പെട്ടതാണ്. അരികിൽ കൂടി പോകാൻ പോലും പറ്റത്തില്ല. എന്ന് പറഞ്ഞ പോലാണ് രക്ഷകനായിരിക്കുന്ന യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ദുർഗന്ധം വമിക്കുന്ന നാശകരമായ കുഴിയും കുഴഞ്ഞ ചേറുപോലെയുള്ള അവസ്ഥയായിരിക്കും. അവന്റെ വാക്കുകളെല്ലാം നാറ്റമുള്ളതായിരിക്കും. കുഴഞ്ഞ ചേറിൽ വമിക്കുന്ന ദുർഗന്ധം പോലെ ആയിരിക്കും. ഇത് തന്നെയായിരുന്നു പൗലോസിന്റെ ജീവിതവും. യഥാർത്ഥത്തിൽ രക്ഷകനായിരിക്കുന്ന ക്രിസ്തു പൗലോസിന്റെ ജീവിതത്തിൽ വരുന്നതിന് മുമ്പ് താൻ ശൗലായി ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്റെ ജീവിതം നാശകരമായ കുഴി കുഴഞ്ഞ ചേറും താൻ ജഡത്തിൽ പ്രശംസിച്ച് നടന്നു. അതുകൊണ്ടൊന്നും പൗലോസിന് യാതൊരു സന്തോഷം ഉണ്ടായില്ല. എന്നാൽ ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ജഡത്തിലെ ആ രീതികൾ മാറി പൗലോസ് പുതിയ മനുഷ്യനായി മാറി. അതുകൊണ്ട് തന്നെ പൗലോസ് കൊരിന്ത്യലേഖനം എഴുതിയപ്പോൾ എഴുതിയത്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവ്, നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ കഴിഞ്ഞ കാല ജീവിതത്തിനെ എല്ലാം നിങ്ങൾ മാറ്റിക്കളയണം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകും, പഴയതെല്ലാം കഴിഞ്ഞുപോയി. പിന്നെ നിങ്ങൾ പഴയതിനെ ഒന്നും തോണ്ടിയെടുത്തു കൊണ്ടുവരരുത്. ഹല്ലേലൂയ. ഇന്നും ചിലരൊക്കെ സഭയിൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ മാതൃസഭ, ഞങ്ങളുടെ പഴയ സഭ, ഞങ്ങളുടെ ഇന്നത്തെ സഭ, മാതൃസഭ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടും പഴയത് വിടാതെ അതിനെ വലിച്ചുകൊണ്ട് നടക്കുക. ഹല്ലേലൂയ. അവർക്കൊന്നും രക്ഷ പ്രാപിക്കാൻ കഴിയില്ല. രക്ഷകനുള്ളിൽ വരാത്തതുകൊണ്ടാണ് ഈ പാരമ്പര്യം പറഞ്ഞ് നടക്കുന്നത്. രക്ഷകനായിരിക്കുന്ന യേശു ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പാരമ്പര്യത്തിന് ആശ്രയിക്കത്തില്ല. അബ്രഹാമിന്റെ പുത്രനായിരിക്കുന്ന ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തു വംശാവലി നമ്മൾ നിലനിന്നേനെ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നത്തിന് യേശു ക്രിസ്തു ലോകരക്ഷകൻ. അതുകൊണ്ടാണ് യേശുവിനെ കുറിച്ച് തന്നെ പറയുന്നത്, ലോകത്തിൽ മനുഷ്യന്റെ രക്ഷകനായ ഒരുവനുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു മാത്രമാണ്, മറ്റൊരു രക്ഷകനില്ല. അതുകൊണ്ട് മാനകുലത്തിന്റെ അല്ലെങ്കിൽ മാനസാന്തരത്തിന് വേണ്ടി നാശകരമായ കുഴി കുഴഞ്ഞ ചേറിന്റെ നടുവിൽ കിടക്കുന്ന പാരമ്പര്യത്തിലും ജഡത്തിലും ആശ്രയിച്ച് നടക്കുന്ന സകല ജനത്തോടും പറയട്ടെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആത്മരക്ഷ പ്രാപിക്കാത്തിടത്തോളം കാലം, യേശു ക്രിസ്തുവിലൂടെ വീണ്ടും ജന്മം പ്രാപിക്കാത്തിടത്തോളം കാലം, യേശു ക്രിസ്തുവിന്റെ കർത്താവിന്റെ കൽപ്പനയാൽ സ്നാനം സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിക്കാത്ത ഒരുവനും ഹല്ലേലൂയ നിത്യമായി സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. നിത്യമായ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ നമ്മൾ നിത്യജീവന്റെ അവകാശിയായിരിക്കണം. നിത്യജീവൻ എന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രം ലഭിക്കുന്നതാണ്. അതിവിടുത്തെ മത പുരോഹിതന്മാര് തരുന്നതല്ല, മതം മേലാളന്മാര് തരുന്നതല്ല, ഒരു മതത്തിന്റെ പ്രമാണം തരുന്നതല്ല നിത്യജീവൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാർ ഒരു സംഘടനയും തരുന്നതല്ല നിത്യജീവൻ. മാർക്കറ്റിൽ നിന്ന് കമ്പോളങ്ങളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതല്ല നിത്യജീവൻ. നമ്മൾ വിമാനം കയറി വിദേശത്തെ രാജ്യത്ത് പോയാലും അവിടെ നിത്യജീവൻ വാങ്ങാൻ കിട്ടത്തില്ല. സഭകൾ മാറി മാറി നടന്നാലും പള്ളികൾ മാറി മാറി നടന്നാലും നിത്യജീവൻ കിട്ടത്തില്ല. നിത്യജീവൻ വേണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അരികെ തന്നെ വരണം. കാരണം നിത്യജീവന്റെ ഉറവിടം യേശുവാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുന്നതിനെ നിത്യജീവൻ എന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ കാണുന്നുണ്ട്. പക്ഷെ അവനെ അറിയണം. എല്ലാവർക്കും യേശുവിനെ അറിയാം, ലോകപ്രകാരമാണ്. ആശ്ചര്യമായി എല്ലാവർക്കും യേശുവിനെ അറിയാം. ആത്മീയമായി യേശുവിനെ അറിയാവുന്നവൻ, ഹൃദയത്തിൽ പരിച്ഛേദനയേറ്റവൻ, കർത്താവായ യേശു ക്രിസ്തുവിൽ വീണ്ടും ജന്മം പ്രാപിച്ചവൻ,
അവൻ ജഡത്തിൽ ആശ്രയിക്കാതെ ക്രിസ്തുവിന്റെ മകനായി, മകളായി, പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിൽ എല്ലാം ഛേദമെന്ന് തന്നെ, പഴുതിനെല്ലാം ഛേദമെന്ന് തന്നെ ക്രിസ്തുവിൽ പുതിയ ജീവിതം നയിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, നീ മാനുഷികമായി തകർന്ന് സങ്കടപ്പെട്ട് നുറുങ്ങി അനുഭവത്തിലാണെങ്കിലും ജീവിതം വളരെ പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നാലും, സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ നീ ജീവിക്കുന്ന വ്യക്തിയായിരുന്നാലും, നിന്റെ ജീവിതത്തിൽ രക്ഷകനായിരിക്കുന്ന യേശു വന്നു കഴിയുമ്പോൾ, രക്ഷകനായിരിക്കുന്ന യേശു നിന്റെ ഹൃദയത്തിൽ വന്നു കഴിയുമ്പോൾ നിന്റെ ഹൃദയത്തിന്റെ ശൂന്യത മാറും. നിന്റെ തകർച്ചകൾ മാറി നിനക്ക് സമാധാനം ഉണ്ടാകും. അപ്പം രക്ഷകനായിരിക്കുന്ന യേശു നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ നമുക്ക് ആദ്യം ലഭിക്കുന്നത് സമാധാനം. സമാധാനത്തോടുകൂടി രക്ഷയോടുകൂടി നിത്യജീവൻ. അതോടുകൂടി നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന മാനസാന്തരത്തിൽ വേർപാടിന്റെ ജീവിതം നയിച്ചു പോകാൻ കഴിയും. അതോടുകൂടി ഇതിന്റെ സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, കണ്ണുനീരുകൾ, പ്രതിസന്ധികൾ, കടങ്ങൾ, ബാധ്യതകൾ, ഭൂമി ജഡത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. പ്രൈസ് ദി ലോർഡ്. പലർക്കും യേശുവിനെ വേണം, പക്ഷെ ലോകത്തെ വിടാൻ കഴിയില്ല. അല്ലേ? പലർക്കും യേശുവിനെ വേണം, ലോകത്തെ വിടാൻ കഴിയില്ല. അവർക്കെല്ലാം യേശു ക്രിസ്തുവിന്റെ നന്മ മാത്രം മതി. നിത്യജീവൻ ആർക്കും വേണ്ട. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നിത്യജീവനെ പ്രാപിക്കുവാൻ ഈ ലോകത്തിലാണ് നിനക്ക് അവസരം. ഈ ലോകത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിത്യജീവൻ എന്താണെന്ന് മനസ്സിൽ നിത്യജീവനെ പ്രാപിച്ചോണം. നിന്റെ മരണാനന്തരം നിനക്ക് നിത്യജീവൻ പ്രാപിക്കാൻ കഴിയില്ല. മതങ്ങൾ പഠിപ്പിക്കണം. ഹല്ലേലൂയ. ഇപ്പൊ ഞാനൊക്കെ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് മാമോദീസ വെള്ളം വീണ ആമി കത്തോലിക്കലാണ്, ക്രിസ്ത്യാനിയ. അല്ലേ? ഞാൻ എന്റെ ചെറുപ്പത്തിൽ മാമോദീസ പ്രാപിച്ചത് കൊണ്ടോ, ക്രൈസ്തവ സമൂഹത്തിൽ ആരാധനയ്ക്ക്, കൂട്ടായ്മയ്ക്ക്, കുർബാനയ്ക്ക് പോയത് കൊണ്ടോ എന്റെ ഉള്ളിൽ രക്ഷകൻ വന്നിട്ടില്ല. എന്റെ ആമയല്ലെ ശിശുസ്ഥാനത്തോടുകൂടി എന്റെ പേര് പള്ളിയുടെ പ്രമാണത്തിൽ, പള്ളിയുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, രജിസ്റ്ററിലുണ്ട്. സ്വർഗത്തിൽ എന്റെ പേരെഴുതിയിട്ടില്ല. സ്വർഗത്തിൽ എന്റെ പേരെഴുതി എന്ന് പറഞ്ഞത് ഞാൻ ജഡത്തിൽ ആശ്രയിപ്പാൻ ഉണ്ടായിരുന്നതെല്ലാം പൗലോസിനെ പോലെ വിട്ട് അതെല്ലാം ഛേദമെന്നെണ്ണി രക്ഷകനായിരിക്കുന്ന ക്രിസ്തുവിന് വേണ്ടി എന്റെ ഹൃദയം വിട്ടുകൊടുത്തപ്പോൾ, ഹല്ലേലൂയ, രക്ഷകൻ എന്റെ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് എന്റെ രക്ഷ എനിക്ക് കിട്ടിയത്, സമാധാനം കിട്ടുന്നത്. ആ സമയത്താണ് എന്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതി ചേർത്തത്. പ്രൈസ് ദി ലോർഡ്. അപ്പം അല്ലെങ്കിൽ മരണാനന്തരം നമുക്ക് രക്ഷകനെ കണ്ടെത്താൻ കഴിയത്തില്ലെന്നേ. നമുക്ക് രക്ഷയും കിട്ടുന്നതിന് നിത്യജീവനം പ്രാപിക്കാൻ കഴിയത്തില്ല. മരിച്ചതിന് ശേഷമായി മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്യുന്ന യാതൊരുവിധ കർമ്മങ്ങൾക്കും, മനുഷ്യന് വേണ്ടി ചെയ്യുന്ന യാതൊരു ക്രിയകൾ കൊണ്ടും മരിച്ചുപോയ മനുഷ്യന്റെ ആത്മാവിനെ നിത്യത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയത്തില്ല. ആ മനുഷ്യൻ നിത്യജീവൻ വാങ്ങി കൊടുക്കാൻ കഴിയത്തില്ല. പിന്നെ ചില പഠിപ്പിക്കലുകളൊക്കെ അങ്ങനെയുണ്ട്, പഠിപ്പിക്കലുകളൊക്കെ അങ്ങനെ നടക്കും. പക്ഷെ ഭൂമി നീ ജീവനോടെ ഇരിക്കുമ്പോൾ, ഭൂമി നീ ജീവനോടെ വസിക്കുമ്പോൾ, നിന്റെ ജഡത്തിൽ ആശ്രയിക്കാനുള്ള എല്ലാ ശൂലങ്ങളെയും നീ വിട്ടിട്ട്, ജഡത്തിൽ ആശ്രയിക്കുന്ന സകല ശക്തികളും, ജഡത്തിന്റെ എല്ലാ ചിന്താഗതികളും വിട്ടിട്ട് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ പോലെ രക്ഷകന് വേണ്ടി ഹൃദയം കൊടുക്കണം. പൗലോസിന്റെ ജീവിതം രക്ഷകൻ വന്നതിന് ശേഷമാണ് എല്ലാത്തിനും മാറ്റം വന്നത്. ഹല്ലേലൂയ. അതെ, ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന സ്നേഹിത, നിത്യജീവൻ പ്രാപിച്ചിട്ടുണ്ടോ? നിത്യജീവൻ പ്രാപിച്ച രക്ഷയുടെ അനുഭവത്തിനാണ് നിൽക്കുന്നത്. യേശു രക്ഷിതമായി നിന്റെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടോ? വാക്കുകളിലല്ല, ജീവിതത്തിൽ, പ്രായോഗികമായ ജീവിതത്തിൽ വെളിപ്പെടണം. അങ്ങനെ പ്രായോഗികമായ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ ലോകത്തെ നീ ഉപേക്ഷിക്കണം. എന്നുകൊണ്ട് ലോകം വിട്ടു പോകണമല്ല, ലോകക്കാരെ പോലെ നീ ജീവിക്കരുത്. ലോകത്തിന്റെ പാപസുഖങ്ങളിൽ വീണ് ഇവിടുത്തെ ജഡത്തിന്റെ അഭിരുചികൾക്കനുസരിച്ച് ജീവിച്ച് കള്ളും മദ്യപാനവും മയക്കുമരുന്നും ലഹരിയും ഒക്കെ ഉപയോഗിച്ച് ചൂതാട്ടങ്ങൾ, എല്ലാ ജഡിക വ്യഭിചാര പരസംഗ അശുദ്ധി ദുഷ്കാമ ജീവിതത്തിനകത്ത് നീ പോകാതെ, എല്ലാ പരസംഗ വിഗ്രഹാരാധനയ്ക്ക് നീ പോകാതെ, ഹല്ലേലൂയ, നിത്യജീവനെ പ്രാപിച്ച് നീ യേശുക്രിസ്തുവിനെ അനുഗമിക്കണം. അപ്പം ജീവനോടെ ഇരിക്കുമ്പോഴാണ് രക്ഷയും നിത്യജീവനും ഒക്കെ പ്രാപിക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഒരു മനുഷ്യന്റെ മരണത്തോടുകൂടി നമ്മളിൽ വ്യാപരിക്കുന്ന, നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ട് ജീവൻ, ആത്മാവ് നമ്മളിൽ നിന്ന് പോവുകയാണ്. അപ്പം വീണ്ടെടുക്കപ്പെട്ട നിത്യജീവനെ പ്രാപിച്ച വ്യക്തിയുടെ ആത്മാവ് നമ്മുടെ മരണത്തോടുകൂടി നിത്യമായി സ്വർഗത്തിൽ, ആ സ്വർഗീയ പരദീസയിലേക്ക് പോകും. അല്ലേ? എന്നാൽ വീണ്ടെടുപ്പ് പ്രാപിക്കാത്ത, രക്ഷ പ്രാപിക്കാത്ത, രക്ഷകനുള്ളിൽ വരാത്ത ഏതൊരു വ്യക്തിയും, അത് ക്രിസ്ത്യാനിയായിരുന്നാലും മറ്റ് ജാതിക്കാരായിരുന്നാലും, അവൻ മരണാനന്തരം അവന്റെ ആത്മാവ് നിത്യ നരകത്തിലേക്ക് പോകും. പേരുകൊണ്ടും ഒക്കെ നമുക്ക് ക്രിസ്ത്യാനിത്വം ഉണ്ടെങ്കിൽ രക്ഷകനുള്ളിലില്ലെങ്കിൽ, രക്ഷകൻ ഉള്ളിൽ വന്നാൽ ലോകത്തിൻ്റെതായ എല്ലാം മയമായി, ലോകത്തിൻ്റെതായ എല്ലാ മായ കാഴ്ചകൾ നീ പുറത്തു വരും. അല്ലേ? പലർക്കും പുറത്തു വരാൻ പറ്റത്തില്ല. അവര് കാണും, ഇവര് കാണും, അവരറിയും, ഇവരറിയും.
എന്ത് ചെയ്യും, പിന്നെ എന്ത് ചെയ്യും എന്നൊക്കെ ചിന്തിക്കുന്ന പലരുമുണ്ട്. ലോകത്തിലെ ധനങ്ങൾ ആശ്രയിച്ച്, ലോകത്തിലെ വലിയ ഇഷ്ടങ്ങൾ, ലോകത്തിലെ ഇമ്പങ്ങളൊക്കെ ആശ്രയിച്ച് നിൽക്കുന്നവരുണ്ട്. അല്ലേ? സോദോം ഗോമോറയുടെ പാപം പെരുകിക്കഴിഞ്ഞപ്പോൾ, അത് ദൈവത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ സോദോം ഗോമോറയെ ദൈവം നശിപ്പിക്കാൻ തീരുമാനിച്ചു. അല്ലേ? അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവം ദൂതന്മാരെ ലോത്തിന്റെ ഭവനത്തിലേക്ക് അയച്ച്, നീ നിന്റെ കുടുംബം ഓടി രക്ഷപ്പെട്ടു, പർവ്വതത്തിലേക്ക് ഓടി രക്ഷപ്പെട്ടു. അവർ അവിടെ താമസം ദൈവത്തിന്റെ ദൂതന്മാരെ ഉപയോഗിച്ച് ചെയ്തു അവിടെ ഒന്ന് പുറത്തിറക്കി കൊണ്ടുവന്നു. അങ്ങനെ അവർ വേഗത്തിൽ ഓടിയെങ്കിലും ലോത്തിന്റെ ഭാര്യ പുറകോട്ട് തിരിഞ്ഞു നോക്കി. കാരണം അവൾ പുറകോട്ട് തിരിഞ്ഞു നോക്കിയത് എന്താ? സോദോം ഗോമോറ നല്ല ഫലപുഷ്ടികളും പച്ചപ്പുകളും ഒക്കെ അവിടുത്തെ ജീവിതമൊക്കെ മറന്നു കളയാൻ ലോത്തിന്റെ ഭാര്യയ്ക്ക് ഒരു മാറ്റി. അതുകൊണ്ട് അവൾ പുറകോട്ട് തിരിഞ്ഞു നോക്കി. അവൾ ഉപ്പുതൂണായി മാറി. അത് ഇന്നത്തെ കാലഘട്ടത്തിലും പല ആളുകളും പഴയതിനെ വിട്ടു പോരാതെ, പഴയത് വിട്ട് കളയാതെ, പേരുകൊണ്ടും പ്രമാണം കൊണ്ടും ഞങ്ങൾ ക്രൈസ്തവനാണ്, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന സ്നേഹിത, രക്ഷകനായിരിക്കുന്ന യേശു നിന്റെ ഉള്ളിലില്ലെങ്കിൽ നിനക്ക് നിത്യമായ രാജ്യത്ത് ചെല്ലാൻ കഴിയില്ല. രക്ഷകനായ യേശു നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നിന്റെ എല്ലാ പാരമ്പര്യങ്ങളെ നീ വലിച്ചെറിയണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പഴയ പ്രമാണമായിരിക്കുന്ന, അല്ലെങ്കിൽ പിന്നെ ഹല്ലേലൂയ സോദർ, നിങ്ങളുടെ ജഡത്തിൽ ആശ്രയിക്കാനുള്ള ജഡചിന്തകളായിരുന്ന പഴയ പാണ്ടക്കെട്ടിനെ, ആ പഴന്തുണിക്കെട്ടിനെ നിങ്ങൾ കത്തിച്ചു കളയണം. അപ്പൊ പൗലോസിന്റെ ജീവിതത്തിൽ ഒരു വലിയ പാണ്ടക്കെട്ടുണ്ടായിരുന്നു, വലിയ പാണ്ടക്കെട്ട്, പഴത്തുണിക്കെട്ടെന്നൊക്കെ വേണം അതിന് പറയാൻ. അതാണ് പൗലോസ് പറയുന്നത്, പരിച്ഛേദനക്കാർ ജഡത്തിൽ ആശ്രയിക്കാൻ പകയുള്ളവൻ, 8 നാളിൽ പരിച്ഛേദനേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രാഹിം ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, അല്ലെങ്കിൽ ശുഷ്കാമ ഉപയോഗിച്ചവൻ. അങ്ങനെ തുടർന്ന് ഒരു വലിയ പാണ്ടക്കെട്ട്, എടുത്ത പൊങ്ങാത്ത ഭാരവുമായി പൗലോസ് യാത്ര ചെയ്യുക. ആ യാത്രയിലാണ് ദൈവനെ തൊടുന്നത്. അല്ലേ? അതോടുകൂടി താൻ ആ പഴയ പാണ്ടക്കെട്ടിനെ, ആ പഴന്തുണിയെ എല്ലാം മാറ്റിക്കളഞ്ഞിട്ട് ഇപ്പോൾ യേശുവിനെ തന്റെ ഹൃദയത്തിൽ ധരിച്ചു കഴിഞ്ഞു. പൗലോസ് യേശുവിനെ ധരിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ക്രിസ്തുവിനോട് കൂടെ മരിക്കാൻ തയ്യാറായി, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ തയ്യാറായി, ക്രിസ്തുവിന് വേണ്ടി സകലവും താൻ ഉപേക്ഷിക്കാതെ പറഞ്ഞു, എല്ലാം ചെയ്തമെന്ന് എന്നെ. എന്നെ കേൾക്കുന്ന മാതാപിതാ, ക്രിസ്തു മുഖാന്തരം എല്ലാം ചെയ്തമെന്ന് എന്നെ നിനക്ക് വരാൻ കഴിയുമോ? നീ ജഡത്തിൽ ആശ്രയിക്കരുത്. പണം കണ്ട് നീ അതിനകത്ത് മോഹിച്ചു പോകരുത്. പണത്തിനകത്ത് നീ ദിവ്യാഗ്രഹിയായി മാറരുത്. മറ്റുള്ളവന്റെയൊക്കെ വെട്ടിപ്പിടിച്ചും കൊള്ളയടിച്ചും അതിന് തോണ്ടിയും പലിശയ്ക്ക് കൊടുത്തും കൊള്ളപ്പലിശ വാങ്ങിയും മറ്റുള്ളവരുടെ കണക്ക് പറഞ്ഞ് ത്രാസിൽ കള്ളത്തൂക്കം നടത്തി അങ്ങനെ പിടിച്ചു വാങ്ങുന്ന നിന്റെയൊക്കെ ജീവിതം. കടകളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളരെ വ്യാജമായ കള്ളത്തുലാസുകൾ. തിരിച്ച് റേഷൻ കടകളൊക്കെ നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? 4 കിലോ അരി തന്നാൽ 4 കിലോ ഒരിക്കലും കാണത്തില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ തൂക്കി നോക്കണം. പ്രൈസോ. അപ്പൊ അങ്ങനെ ഒരുപാട് വ്യാജങ്ങൾ ചെയ്ത് ഈ ലോകത്തിന്റെ സുഖലോലുപ അഭിരുചിക്കകത്തനുസരിച്ച് ജീവിക്കുന്ന സകല ജനങ്ങളും അവർ നിത്യമായ നരകത്തിന്റെ അനുഭവങ്ങളാ. അല്ലേരിയ കൈക്കൂലി വാങ്ങുക, അഴിമതിക്കാർ. കഴിഞ്ഞ ദിവസങ്ങളിൽ 10 ലക്ഷം രൂപ കൈക്കൂലി ചോദിച്ച് ഒരുവന് കൈയോടെ പിടിക്കപ്പെട്ടത്. ന്യായമായ ശമ്പളം ഉണ്ടായിട്ട് ആ ശമ്പളം പോരാ, കാരണം കൈക്കൂലി കിട്ടിയേ മതിയാവുള്ളൂ. കൈക്കൂലി കൊടുക്കാമെന്ന് പറഞ്ഞ സൂത്രത്തിൽ അദ്ദേഹത്തെ കുടുക്കി. ഇപ്പം പുള്ളിക്ക് കൈക്കൂലി വേണ്ട, ജയിലിൽ കിടന്ന് ഇരുമ്പഴിക്കകത്ത് ഗോതമ്പ് നിന്നോണ്ടിരിക്കുക. അല്ലേ? എന്നെ കേൾക്കുന്ന പ്രശ്നം, ലോകത്തെ വിട്ട് പുറത്തു പോവാ. ലോകത്തെ വിട്ട്, ലോകമോഹങ്ങളെ വിട്ട്, ജഡിക ചിന്തകളെ വിട്ട്, ജഡത്തിൽ ആശ്രയിപ്പാനുള്ള സകലത്തെ നീ വിട്ട് പുറത്തു വന്നാൽ, അല്ലേരിയ യേശു നിന്റെ ജീവിതത്തെ രക്ഷകനായി വന്നു കഴിയുമ്പോൾ നിന്റെ ജീവിത സാഹചര്യങ്ങളെ മുഴുവൻ ദൈവം മാറ്റിത്തരും. അല്ലേരിയ പിന്നെ നീ കോടിക്കണക്കിന് രൂപ അന്വേഷിച്ചു പോകണ്ട. അന്നന്ന് ജീവിക്കുവാനുള്ളത്, നിന്റെ തലമുറയ്ക്കുള്ളത് ദൈവം തന്നുകൊണ്ടിരിക്കുന്നു. ആകാശത്തിലെ പറവുകളെ ലോകൻ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പൊടിയിൽ കൂട്ടിവെക്കുന്നില്ലെങ്കിലും അവയെ ദൈവം പുലർത്തുന്നു എന്ന് മത്തായി 6 ഒക്കെ വായിക്കുന്നുണ്ടെങ്കിൽ, ലേലിയ അത് രക്ഷകനായിരിക്കുന്ന യേശു നിന്റെ ജീവിതത്തിൽ വന്നാൽ, രക്ഷകത്തിന്റെ ഉള്ളിൽ വന്നാൽ നിന്റെ സങ്കടങ്ങൾ മാറിപ്പോകും. അല്ലെങ്കിൽ രക്ഷകൻ നിന്റെ ഉള്ളിൽ വന്നാൽ നിന്റെ കണ്ണുനീര് മാറിപ്പോകും. രക്ഷകൻ നിന്റെ ഉള്ളിൽ വന്നാൽ നിന്റെ ശാപം മാറിപ്പോകും. രക്ഷ നിന്റെ ജീവിതത്തിൽ വന്നപ്പോൾ, അല്ലേരിയ നീ പുതിയൊരു മനുഷ്യനായി മാറി. അല്ലേരിയ. അപ്പൊ പൗലോസിനെ സംബന്ധിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പൗലോസ് തന്നെയാണ് എന്ത് ചെയ്തു, അല്ലെങ്കിൽ രക്ഷകനായിരിക്കുന്ന യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ, യേശുവിന് തന്റെ ഹൃദയം കൊടുത്തു കഴിഞ്ഞപ്പോൾ, അല്ലൊരു സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 9:18 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. അല്ലൊരിയ ഉടനെ അവന്റെ കണ്ണിൽ നിന്ന് ചെതുപ്പൽ പോലെ വീണു, കാഴ്ച ലഭിച്ച് അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. അപ്പം ദമസ്കസ് പടിക്കൽ വെച്ച് യേശുവിനെ അല്ലൊരിയ കണ്ട പൗലോസ്, യേശു അവനെ സന്ദർശിച്ചപ്പോൾ, അല്ലേലിയ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കഴിഞ്ഞ കാല പാരമ്പര്യ ജഡത്തിൽ ആശ്രയിക്കുവാനുള്ള സകലതും, അല്ലേലിയ
അവന്റെ ജീവിതം നിന്ന് കണ്ണിൽ നിന്ന് ചെതുമ്പൽ ഇളകി പോകുന്നത് പോലെ ഇളകിപ്പോയെന്ന്. അല്ലേരിയ. അപ്പം യേശുവിനെ സംബന്ധിച്ച് അവന്റെ കണ്ണ് കാണാതായി. അവന്റെ കൂടെ ഉണ്ടായിരുന്നതിനെ കൂട്ടിക്കൊണ്ടുവന്നു. 3 ദിവസം അങ്ങനെ എന്ത് ചെയ്തു? പൗലോസ് തിന്നുകയും കുടിക്കുകയും ചെയ്യാതിരുന്നു. 3 ദിവസം കഴിയുമ്പോൾ അനന്യാസ് വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു, കാഴ്ച ലഭിച്ചു. അവൻ എഴുന്നേറ്റ് സ്നാനം വിട്ടു. അല്ലേരിയ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇളകിപ്പോകാനുള്ള ചെതുമ്പല് പോലെ മീനിന്റെയൊക്കെ ചെതുമ്പല് കണ്ടിട്ടില്ല, ചെതുമ്പല് പോലെ ഇളകിപ്പോകാതെ നിൽക്കുന്ന പാപസുഖങ്ങളെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഇളക്കിക്കളയണം. ഇപ്പൊ ഒരുപാട് പാപസുഖങ്ങൾ ചെതുമ്പല് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ മനസ്സിൽ, ഹൃദയത്തിൽ ആമീൻ നിറഞ്ഞു നിൽക്കുക. അപ്പം പൗലോസ് എന്ത് ചെയ്തു? കാഴ്ച പ്രാപിച്ചു. അത് പറഞ്ഞാൽ പാരമ്പര്യത്തിന്റെ മതത്തിന്റെ യഹൂദ ചിന്താഗതികളുള്ള കാഴ്ച അവന് നഷ്ടപ്പെട്ടിട്ട് എന്ത് ചെയ്തു? ആത്മീയ കാഴ്ച, അവന്റെ കണ്ണിന്റെ കാഴ്ച ലഭിച്ചപ്പോൾ സ്വർഗീയമായതിനെ കുറിച്ച് കാണുന്ന കാഴ്ച ലഭിച്ചു. അല്ലേരിയ. അതുവരെ ചെറുപ്പലെല്ലാം കൂടെ അവന്റെ കണ്ണിനെ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. അല്ലേരിയ. സ്തോത്രം. അവൻ സ്നാനമേറ്റു. അല്ലേരിയ. അതെ, നമ്മൾ കർത്താവായ യേശു ക്രിസ്തു വേണ്ടി ഹൃദയം കൊടുത്ത് രക്ഷകനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിക്കണം. ശിശുസ്നാനമല്ല കേട്ടോ, സ്നാനം. യേശു 30-ാമത്തെ വയസ്സ് സ്നാനം വിറ്റ് ആമീൻ. നമ്മൾ വേദപുസ്തകം വായിക്കുന്നതോടെ തിരിച്ചറിവായി കഴിയുമ്പോൾ, പാപത്തെക്കുറിച്ച് ബോധ്യം വരുമ്പോൾ, പാപബോധം വന്നു കഴിയുമ്പോൾ, തിരുവചനം പഠിച്ചു യേശു രക്ഷകനാണെന്ന് തിരിച്ചറിയുമ്പോൾ, കഴിഞ്ഞകാല ജീവിതത്തിലെ ജഡത്തിൽ ആശ്രയിക്കാനുള്ള സകല പാരമ്പര്യത്തിന്റെ നുഖങ്ങളിൽ നീ മാറ്റിവെച്ചിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുതുജനനം, വീണ്ടും ജനനം പ്രാപിച്ച് കൽപ്പനയെ സ്നാനം സ്വീകരിക്കണം. അപ്പൊ പൗലോസിന് കാഴ്ച ലഭിച്ചു. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞൊരു വാക്യം വളരെ പ്രധാനം. 119 സംഗീതം 18 വാക്യം. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന്റെ കണ്ണുകളെ തുറക്കണമെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. അല്ലേലിയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സഹോദരി, നിന്റെ ജീവിതത്തിൽ ഈ വിശുദ്ധ പുസ്തകത്തിനകത്ത്, സത്യവേദ പുസ്തകത്തിനകത്ത്, ഈ ന്യായപ്രമാണത്തിൽ നിന്റെ ജീവിതത്തിൽ ദൈവം നിനക്ക് ഒരുപാട് അത്ഭുതങ്ങളെ വെച്ചിട്ടുണ്ട്. നിന്റെ ജീവിതത്തിനകത്ത് നിറവേറേണ്ട, നിന്റെ തലമുറയിൽ വെളിപ്പെടേണ്ട, നിന്റെ കുടുംബജീവിതത്തിൽ വെളിപ്പെടേണ്ട, നിന്റെ നന്മയിൽ, നിന്റെ ജോലിയില്, നീ കടന്നു പോകുന്ന എല്ലാ മേഖലയും, നിന്റെ ആത്മീയമായി ഭൗതികമായ എല്ലാ നിലയിലും ഒരുപാട് അത്ഭുതങ്ങൾ ഈ ന്യായപ്രമാണത്തിൽ നിന്നെക്കുറിച്ച് ദൈവാത്മാവ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നീ പ്രാപിക്കണമെങ്കിൽ രക്ഷകനായിരിക്കുന്ന യേശു നിന്റെ ഉള്ളിൽ വരണം. നിത്യജീവൻ നീ പ്രാപിക്കണം. നിത്യജീവൻ പ്രാപിക്കാത്തടത്തോളം കാലം ഈ ലോകത്ത് ഒരു വ്യക്തിക്ക് പോലും സ്വർഗരാജ്യത്തിലേക്ക് ചെല്ലാൻ കഴിയത്തില്ല. എല്ലാവരും പഠിപ്പിക്കുന്ന, എല്ലാവരും മരിച്ച സ്വർഗരാജ്യത്തിലേക്കാണെന്ന്. അല്ലേലൂയ. സ്തോത്രം. എല്ലാവർക്കും കൂടെ ചെല്ലാൻ പറ്റത്തില്ല. പ്രൈസ്. ബഹിരാകാശ പേടകത്തിൽ 9 ദിവസത്തെ യാത്രയ്ക്ക് പോയ അല്ലേലൂയ. സ്തോത്രം. 2 സഹോദരങ്ങൾക്കറിയാം. പക്ഷെ അവർ 7 ദിവസം എന്നുള്ളത് 9 ദിവസം, 7 ദിവസം 9 ദിവസം യാത്രയ്ക്ക് പോയാൽ പിന്നീട് 7 ദിവസം യാത്രയ്ക്ക് ഒരു 9 മാസം ഇവിടെ പാർക്കേണ്ടി വന്നു. 7 ദിവസം യാത്രയ്ക്കാണ് ഒരു 9 മാസം പാർക്കേണ്ടി. 9 മാസം കഴിഞ്ഞ ദിവസം അവിടെ മടങ്ങിപ്പോരാൻ തയ്യാറാക്കുന്ന മുമ്പ് ബിൽബോർഡ് പറഞ്ഞത് എന്താ? യേശു ക്രിസ്തു മാത്രമാണ് രക്ഷകനെന്ന്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ രക്ഷകന്റെ ആ ചിന്താഗതി കിടന്നത്. ബഹിരാകാശത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ പോലും രക്ഷകനെ കുറിച്ച് ബോധ്യമുണ്ടായെങ്കിൽ അവരെ അവിടെ 9 മാസം കാത്തുപരിപാലിച്ച് ദൈവസാന്നിധ്യം അവർ തിരിച്ചറിഞ്ഞെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, ഇന്ന് നീ രക്ഷകനായ യേശുവിനെ അറിയാതെ നീ നടക്കുന്ന വ്യക്തിയാണ്. ഇത് ഒരു മൂഢൻ തന്നെയാണ്. അല്ലേ? അപ്പം രക്ഷകനായിരിക്കുന്ന യേശുവിനെ അറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ മൂഢതകൾ മാറിപ്പോകും, നിഗൂഢതകൾ മാറിപ്പോകും. നിന്റെ ജീവിതത്തിലെ എല്ലാ ഗൂഢതന്ത്രങ്ങളെ നീ മാറ്റി നീ ഒരു പുതിയ മനുഷ്യനായി മാറും. ഹല്ലേലൂയ. അപ്പൊ അതോടുകൂടി ശൗൽ നിന്നില്ല. പൗലോസ് മാനസാന്തരപ്പെട്ട് അവന്റെ കാമിൽ സ്നാനം വെറ്റ് ആഹാരം ഭക്ഷിച്ചതുകൂടി ശൗൽ നിന്നില്ല. പിന്നെ ശൗലിന്റെ ആഗ്രഹം ക്രിസ്തു അതോടുകൂടി ക്രിസ്തു നിന്നില്ല, ക്രിസ്തു വാർ എന്ന് അവനെ വീണ്ടും വീണ്ടും അറിയണം. അതിനുവേണ്ടി പൗലോസ് ശ്രമിച്ചു. അവനെ ഇനിയും അറിയണം, ഇനി അവൻ ചേരണം എന്നുള്ള ആകാംക്ഷയോടെ പൗലോസ് തനിച്ച് അറേബ്യൻ മരുഭൂമിയിലേക്ക് പോയി 3 വർഷം അവിടെ ഇരുന്നെന്ന. അറേബ്യൻ മരുഭൂമിയിൽ പോയി 3 വർഷം ഇരുന്ന് അവിടെ ഇരുന്ന് ദൈവത്തോട് കൂടെ ഇരുന്ന് ദൈവത്തോട് ചേർന്ന് ദൈവത്തിന്റെ വചനങ്ങളും ദൈവിക ദർശനങ്ങളും വെളിപ്പാടുകളും പ്രാപിച്ച് പൗലോസിന്റെ ക്രിസ്തു മുഖാന്തരം എല്ലാം ചെയ്തമെന്നെ. അത് ദൈവത്തോട് മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവം. ക്രിസ്തു മുഖാന്തരം എല്ലാം ചെയ്തമെന്നാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം, നിങ്ങൾ കർത്താവിനെ അറിയുന്നതിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഒരുക്കം വേണം. കർത്താവിനെ അറിയാൻ വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഒരുക്കം വേണം. ഹല്ലേലൂയ. ചെറിയ ചെറിയ കാര്യങ്ങളായിരുന്നാലും വലിയ വലിയ കാര്യങ്ങളായിരുന്നാലും നിങ്ങൾ എന്ത് ചെയ്യുവാൻ ആഗ്രഹിച്ചാലും അതിനകത്ത് ക്രിസ്തു ഉണ്ടായിരിക്കണം. ഒരു ശിശു, ഒരു ശൈശവ പ്രായത്തിലുള്ള കുട്ടി അതിന്റെ അമ്മയെ അറിയുന്നത് പോലെ
ഹല്ലേലൂയ. അറിയാം, അമ്മയുടെ ഉദരത്തിൽ 9 മാസം 9 ദിവസം നാഴികയൊക്കെ കഴിഞ്ഞ് ആ കുഞ്ഞ് ജനിച്ച് പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ ആ കുഞ്ഞിന് പാലൂട്ടി വളർത്തേണ്ടത് ആ കുഞ്ഞിന്റെ അമ്മയാണ്. അപ്പൊ അതുവരെ അമ്മയുടെ ഉദരത്തിലായിരുന്ന കുഞ്ഞ് ഇപ്പോൾ പുറം ലോകത്ത് വന്നു കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് തന്റെ അമ്മയെ തിരിച്ചറിയുന്നത് പോലെ, അതിന് പാലൂട്ടി വളർത്തേണ്ടത് അമ്മയാണെന്ന് അത് തിരിച്ചറിയുന്നത് പോലെ ശൈശവപ്രായമാണ് എന്ന് പറഞ്ഞ് എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, യഥാർത്ഥത്തിൽ നിങ്ങൾ രക്ഷകൻ ആരാണെന്ന് അറിയണം. ഹല്ലേലൂയ. നിങ്ങളെ സംരക്ഷിക്കുന്ന, നിങ്ങളെ വളർത്തുന്ന, നിങ്ങളെ തീറ്റിപ്പൂറ്റുന്ന നിങ്ങളുടെ ഉദ്ധാരകൻ ആരാണെന്ന് ഒരു കുഞ്ഞ് സ്വന്തം അമ്മയെ തിരിച്ചറിഞ്ഞ അമ്മയല്ലേ മുലയിൽ നിന്ന് പാൽ കുടിച്ച് വളരുന്ന പോലെ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ അറിഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ആൾ നിങ്ങൾ സംരക്ഷിക്കപ്പെടണം. അപ്പം കുഞ്ഞമ്മയെ തിരിച്ചറിഞ്ഞ് നമ്മൾ യേശുവിനെ തിരിച്ചറിയണം. ഈശ്വരൻ ഹല്ലേലൂയ. സ്തോത്രം. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ആ കുഞ്ഞ് വളരുവാൻ തുടങ്ങുന്നു. സ്വന്തം അമ്മയെ തിരിച്ചറിഞ്ഞ ശേഷം സ്വന്തം അമ്മയുടെ പാല് കുടിച്ചുകൊണ്ട് ആ കുഞ്ഞ് വളർച്ച പ്രാപിക്കുക. ഹല്ലേലൂയ. അതെ, നിങ്ങൾ ദൈവത്തിന്റെ നിത്യജീവൻ പ്രാപിച്ചുകൊണ്ട് ദൈവവചനമാകുന്ന മായമില്ലാത്ത പാൽ അനുദിനം നിങ്ങൾ കുടിച്ചുകൊണ്ട് വചനം നിങ്ങളുടെ ഭക്ഷണമാക്കിക്കൊണ്ട് നിങ്ങൾ നിത്യമായി ക്രിസ്തുവിൽ വളരും. ക്രിസ്തു എന്ന തലയോളം വളരണം. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രമേ പറയുവാനുള്ളൂ. മറ്റാരെ കുറിച്ച് നമുക്ക് എന്തിനാ പറയാനില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് യേശുവിനെ കുറിച്ച് പറയുന്നത് ഇഷ്ടം. അവൻ ശക്തനായ പ്രവാചകനാണ്, ശക്തമായ പുരോഹിതനാണ്, മഹാപുരോഹിതൻ, ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്, പാപമില്ലാത്തവനാണ്, പവിത്രനാണ്, നിർമ്മതനാണ്, സ്വർഗത്തെക്കാൾ ഉന്നതനാണ്, എല്ലാത്തിനും ശ്രേഷ്ഠതയുള്ള യേശു മാത്രമേ ലോകത്തിൽ ഒരു രക്ഷകനുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് എല്ലാം ഛേദമെന്ന് എണ്ണിയിട്ട് രക്ഷകൻ മാത്രം മതി എന്നുള്ള ചിന്തയിലേക്ക് പൗലോസ് തന്റെ ജീവിതത്തെ മാറ്റിവെച്ചത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവർ ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ കർത്താവിന് വേണ്ടി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. പൗലോസ് സകലതും വിട്ട് കർത്താവിനെ അനുഗമിച്ച് കർത്താവിനോട് കൂടി ചേർന്ന് യാത്ര ചെയ്യുമ്പോൾ പൗലോസിന്റെ ഉള്ളിൽ നിത്യജീവൻ വന്നു കഴിഞ്ഞപ്പോൾ പൗലോസിനെ എന്ത് ചെയ്തു? അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ പൗലോസിനെ യേശു കർത്താവ് ആശ്വസിപ്പിച്ചു. അങ്ങനെ പൗലോസ് യെരൂശലേമിൽ ആശ്വാസം പ്രാപിച്ചെന്ന് കുറയല്ലേ. നിങ്ങൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 66:13 വായിച്ചാൽ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും. അത് പൗലോസിന്റെ ജീവിതം എന്ന് പറയുന്നത് കഷ്ടതയും കഷ്ടപ്പാടുകളും മുള്ളും പറക്കാരിയും ഒക്കെ കൊണ്ട് നിറയപ്പെട്ടതാണെങ്കിലും പൗലോസിന് പ്രത്യാശയുണ്ട്. എന്താ? എനിക്കൊരു രക്ഷകനുണ്ട്, എനിക്ക് നിത്യജീവനുണ്ട്. ഞാൻ ഇന്ന് ഇവിടെ വീണ് മരിച്ചാലും, ഹല്ലേലൂയ, ഞാൻ പോകുന്ന വഴിയിൽ എവിടെ വീണ് മരിച്ചാലും എനിക്ക് നിത്യമായ സ്വർഗത്തിൽ എന്റെ രക്ഷകനെ മുഖാമുഖം കാണുവാൻ കഴിയുന്നുള്ള പ്രത്യാശ പൗലോസുണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ശ്രോതാവേ, നിന്റെ മരണാനന്തരം രക്ഷകനായിരിക്കുന്ന യേശുവിനെ നിനക്ക് കാണാൻ കഴിയുന്നുള്ള പ്രത്യാശയുണ്ടോ? നിന്റെ മരണാനന്തരം നിന്റെ ആത്മാവ് നിത്യമായി സ്വർഗത്തിൽ ഉണ്ടായിരിക്കും നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? മരണാനന്തരം നീ ക്രിസ്തുവിനോടുകൂടെ, ഹല്ലേലൂയ, പിതാവിനോടുകൂടെ, പുത്രനായ പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തോടുകൂടെ, എന്നാൽ പിതൃപുത്ര പരിശുദ്ധന്മാർ ഏകത്വത്തിൽ ഒരു ദൈവം, ഹല്ലേലൂയ, കോടാനുകോടി ദൂതന്മാരും കെരൂബുകളും സറാഫുകളും വിശുദ്ധന്മാരും അധിവസിക്കുന്ന സ്വർഗരാജ്യത്തിൽ നീ ഉണ്ടായിരിക്കുമെന്ന് നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അങ്ങനെ നിനക്ക് വിശ്വസിക്കാൻ കഴിയണമെങ്കിൽ നിത്യജീവന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞവരെ, നിത്യജീവനത്തിൽ മതങ്ങളും പ്രമാണങ്ങളും തരുന്നതല്ല, യേശു തരുന്നതാണ്. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യണമെന്ന് യോഹന്നാൻ തന്നെ സുവിശേഷത്തിൽ പറഞ്ഞു. സത്യം നിങ്ങൾ അറിയണം, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അത് ജീവിതത്തിൽ ഒരുപാട് ക്ലേശങ്ങളും ഭാരങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും, ഒരുപാട് വെല്ലുവിളികളുണ്ടെങ്കിലും കർത്താവിന് വേണ്ടി ജീവിതം വിട്ടുകൊടുക്കണം. അല്ലെങ്കിൽ യേശു നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ സ്ഥിതിഗതികളെ എല്ലാം ദൈവം മാറ്റി എഴുതും. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധിയോടെ ജീവിക്കണം കേട്ടോ. ഹല്ലേലൂയ. ഇവിടെ വേദപുസ്തകം അനുഷ്ഠിക്കുന്ന, വേദപുസ്തകം അനുഗമിക്കുന്ന, വേദപുസ്തകത്തെ പിന്തുടരുന്ന, വേദപുസ്തകത്തെ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് വിശുദ്ധിയുടെ പാതയിലായിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് റോമാലേഖനം എഴുതുമ്പോൾ പൗലോസ് 12-ാം അധ്യായത്തിൽ പറഞ്ഞു, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഹല്ലേലൂയ. 12-ാം അധ്യായം 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, ഈ ലോകത്തിന് അനുരൂപരായി തീരാതെ, അത് നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരായി തീരാതെ, ഈ ലോകത്തിന് അനുരൂപത്തിന് നന്മയും പ്രസാദം പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ലോകത്തെ വിടണമെന്നാ, ലോകത്തെ വിടണം. പ്രൈസ് ദി ലോർഡ്.
ലോകത്തിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ ഒരുപാട് ബാറുകളും കള്ളുഷാപ്പുകളും ബീവറേജുകളും ഒരുപോലെ മയക്കുമരുന്ന് വിൽക്കുന്നതും അങ്ങനെ എല്ലാ ജഡ്ഡിക്ക എല്ലാ ദുർഗുണ കേന്ദ്രങ്ങളും എല്ലാ പൈശാചികമായ സ്ഥലങ്ങളിലും ലോകത്തിൽ നമ്മുടെ കൺമുമ്പിലൂടെ തിയേറ്ററുകളും സിനിമാശാലകളും എന്നുവേണ്ട സകലതുകൊണ്ട് കണ്ണിനിമ്പമാകുന്ന, കണ്ണിനിഷ്ടം തരുന്ന, ജഡത്തിന് അഭിരുചികൾ തരുന്ന, ജഡത്തെ സന്തോഷിപ്പിക്കുന്ന വിധത്തിലുള്ള പലതും ലോകത്തിലുണ്ടെന്ന്. അങ്ങനെ നീ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ നിന്റെ ഈ ലോകത്തിൽ നിന്റെ കണ്ണുകൾക്ക് ഇമ്പം ജഡത്തിൽ അഭിരുചി തരുന്ന പാപപ്രവൃത്തിയിലേക്ക് നീ പോകാതെ പൗലോസിനെ പോലെ ക്രിസ്തുവിന് വേണ്ടി എല്ലാം ചേർന്നുമെന്ന് നീ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. പ്രൈസലോ. അവനെ ഒരിക്കൽ കൂടെ ചോദിക്കുന്നു, നിന്ന് നിന്റെ മരണം സംഭവിച്ചാൽ നിത്യതയിൽ കാണുമോ ശ്രോതാവി? എന്നെ കേൾക്കുന്ന മാനവോലത്തോടെയും ചോദിക്കുക, എന്നെ കേൾക്കുന്ന പെന്തക്കോസുകാരെ, എന്നെ കേൾക്കുന്ന വിശ്വാസികൾ ചോദിക്കട്ടെ, ക്രൈസ്തവ സമൂഹത്തിൽ ചോദിക്കട്ടെ, ജാതി മത വർഗ വണ്ണ വ്യത്യാസം സാഗരോട് ചോദിക്കട്ടെ, ഇന്ന് നീ മരിച്ചാൽ നിന്റെ ആത്മാവ് നിന്റെ നിത്യതയിൽ നീ ഉണ്ടായിരിക്കുമോ? ഇന്ന് നീ മരിച്ചാൽ നിന്റെ ആത്മാവ് നിത്യതയിലെത്തുമോ അതോ നരകത്തിൽ പോകുമോ? അതിലേക്ക് നിത്യതയിലെത്തണമെങ്കിൽ രക്ഷകനെ നിന്റെ ഹൃദയത്തിൽ നീ സ്വീകരിച്ച് നിത്യജീവൻ ഉണ്ടായിരിക്കണം. രക്ഷകനും നിത്യജീവനും രക്ഷകനെ നിത്യജീവനും പ്രാപിക്കാതെ ഒരിക്കലും നിനക്ക് ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയത്തില്ല. എൻ്റെ ദൈവരാജ്യം എന്ന് പറയുന്നത് പാപികൾക്ക് വേണ്ടി ഒരുക്കുന്നതല്ല. ദൈവരാജ്യം എന്ന് പറയുന്നത് പാപികൾക്ക് ആറാടി നടക്കാനുള്ളതല്ല. അല്ലെങ്കിൽ ഭൂമിയിൽ പാപികളായിരിക്കുന്ന സകല മനുഷ്യനും ഈ ലോകത്തിന്റെ സുഖരൂപങ്ങളിൽ കൂത്താടി നടക്കുന്നത് പോലെ അങ്ങനെ സ്വർഗരാജ്യത്തിൽ പാപികൾക്ക് കൂത്താടി നടക്കാനുള്ളതല്ല. സ്വർഗരാജ്യം വിശുദ്ധന്മാർക്ക് ദൈവത്തെ സ്തുതിക്കാനുള്ളതാണ്. ദൈവരാജ്യം അശുദ്ധിയല്ല, ദൈവരാജ്യം വിശുദ്ധമാണ്. അവിടെ ആ 24 മണിക്കൂറും അല്ലെങ്കിൽ 30 ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. അവിടെ നീ എത്തണമെങ്കിൽ മാനസാന്തരപ്പെടണം. പ്രൈസലോ. ഹല്ലേലൂയ. ജീവിതമൊക്കെ ഒരിക്കൽ മാത്രമാണ്, രണ്ടാമതൊരു ജീവിതം കിട്ടത്തില്ല. ഒരിക്കൽ മാത്രമേ നിനക്ക് ഈ ഭൂമിയിലൂടെ കടന്നു പോകാൻ കഴിയുള്ളൂ. ഒരിക്കൽ മാത്രമേ ഈ ഭൂമി ജീവിക്കാൻ കഴിയുള്ളൂ. ഈ സമയം ഒരുപക്ഷെ നിനക്ക് ഏറിയാൽ 70 അല്ലെങ്കിൽ 80, ഒരുപക്ഷെ അല്പം കൂടെ മുമ്പോട്ട് പോയേക്കാം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ശൈശവത്തിലുള്ള കുഞ്ഞിനെ തൊട്ട് കൊന്നുകളയുക, അമ്മയുടെ ഉദരത്തിൽ ആ കുഞ്ഞുങ്ങൾ ഉരുവാകുമ്പോൾ തന്നെ അതിനെ തൊട്ട് കൊന്നുകളയുന്ന കാലഘട്ടമാണ്. എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ജനിച്ചാൽ അതിനെ വേണ്ടെന്ന് വരുത്തുന്നു, അതിനെ അബോർഷൻ ചെയ്ത് അല്ലെങ്കിൽ മരുന്ന് കഴിച്ച് കളയുന്ന ആ ഒരു അനുഭവത്തിൽ എന്ന് പറഞ്ഞാൽ ആ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെ പോലും കൊന്നു കളയുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ലോകം എത്തിയിരിക്കുന്നു. അങ്ങനെ ശൈശവപ്രായത്തിൽ ജനിച്ചു കഴിയുമ്പോഴും പിന്നീട് ഇങ്ങോട്ട് ഓരോ നോക്കിയാൽ ചെറുപ്രായം തൊട്ടേ ഇവിടെ മരണം സംഭവിച്ചുകൊണ്ടിരിക്കുക. എന്തുമാകട്ടെ, തിരിച്ചറിവ് നിനക്കായി കഴിയുമ്പോൾ, നീ പാപത്തെക്കുറിച്ച് അറിഞ്ഞു കഴിയുമ്പോൾ, പാപത്തെക്കുറിച്ച് ബോധ്യം വന്നു കഴിയുമ്പോൾ, ലോകത്തിന്റെ അഭിരുചികളെ കുറിച്ച് ഞാൻ മനസ്സിലാക്കി കഴിയുമ്പോൾ, ചെയ്യുന്നത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ, അത് നിന്നോട് പറഞ്ഞു തന്നു കഴിയുമ്പോൾ പിന്നെ നീ ഇവിടുത്തെ പാപസുഖങ്ങൾ ഉപേക്ഷിക്കണം. യേശുക്രിസ്തുവിന് വേണ്ടി നിന്റെ ജീവിതത്തെ നീ ഏൽപ്പിച്ചു കൊടുക്കണം. യേശുവില്ലാത്ത ജീവിതം നരകമാണ്. യേശുവില്ലാത്ത ജീവിതം നരകമാണ്. യേശുവില്ലാത്ത നിന്റെ ജീവിതത്തിനകത്ത് സാത്താനാണ് ആധിപത്യം നടത്തുന്നത്, ലൂസിഫർ. യേശു നിന്റെ ജീവിതത്തിൽ സാത്താൻ നിന്റെ അടുത്ത് വരത്തില്ല. യേശു നിന്നിൽ ഉണ്ടെങ്കിൽ പൗലോസ് പറഞ്ഞതുപോലെ ആമി ഒന്നിനെയും ഭയപ്പെടാതെ എല്ലാം ചെയ്തവെന്നെ മുമ്പോട്ട് യാത്ര ചെയ്യാൻ കഴിയും. പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ കാണുന്ന മോശ മുഖാമുഖമായി ദൈവത്തെ രുചിച്ചറിഞ്ഞതിനാൽ പല അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും ചെയ്ത് ആകെ കർത്താവ് മോശയെക്കുറിച്ച് ഇപ്രകാരം സാക്ഷീകരിച്ചു, മോശയോട് ഞാൻ അരുളി ചെയ്യുന്നത് മറപൊരുളായിട്ടല്ല, അല്ലെങ്കിൽ സ്പഷ്ടമായിട്ടത്രേ, അവൻ യഹോവയുടെ രൂപം കാണുകയും ചെയ്യുമെന്ന് സംഖ്യാപുസ്തകം 12:8 വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഈ മോശയുടെ ദൈവം ഒന്നും മറപൊരുളായിട്ടല്ല പറഞ്ഞത്, എല്ലാം സ്പഷ്ടമായിട്ടാണ്. ഹല്ലേലൂയ. മോശ ദൈവത്തെ രുചിച്ചറിഞ്ഞതുകൊണ്ട് പല അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് മോശയിലൂടെ ചെയ്യിപ്പിച്ചു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ, പുതിയ നിയമത്തിലും മോശ ദൈവത്തെ അറിഞ്ഞതുപോലെ പിന്നീട് മോശയുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ അറിഞ്ഞു. മോശ ദൈവത്തെ രുചിച്ചറിഞ്ഞതുപോലെ നീ ദൈവത്തെ രുചിച്ചറിയുവാണെങ്കിൽ മോശയുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്ത് ദൈവം പ്രവർത്തിച്ചതുപോലെ നിന്നിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് ലോകത്തിന്റെ ഇഷ്ടങ്ങൾ വിട്ട് നീ പുറത്തേക്ക് വാ. അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ധനത്തിന് വേണ്ടി നീ ജീവിക്കരുത്. ഈ ലോകത്തിന്റെ മണ്ണിന് വേണ്ടി നീ ജീവിക്കരുത്. പണ്ടൊക്കെ മണ്ണിനും പെണ്ണിനും പൊന്നിനും വേണ്ടി ജീവിക്കരുതെന്ന് പറഞ്ഞ പോലെ മണ്ണും പെണ്ണും പൊന്നും ഒക്കെ നീ മാറ്റി വെച്ചിട്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. ഹല്ലേലൂയ. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമ്പോൾ ഒരുപാട് നിന്ദകളും അപമാനങ്ങളും പരിഹാസങ്ങളും ദുഷികളും എതിർപ്പുകളും ഒരുപാട് ഒറ്റപ്പെടുത്തലുകളൊക്കെ നിന്റെ ജീവിതത്തെ കടന്നു വരാം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമ്പോൾ. ഹല്ലേലൂയ. ക്രിസ്തുവിന് വേണ്ടി നമ്മൾ ഹൃദയം കൊടുത്തു കഴിയുമ്പോൾ, ക്രിസ്തുവിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ, ക്രിസ്തുവിന്റെ സാക്ഷ്യം നിൽക്കുമ്പോൾ, നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ പോലും നിങ്ങളുടെ മേൽ കെട്ടിച്ചമച്ച് നിങ്ങളെ അപവാദത്തിൽ കൊടുക്കുവാൻ ശ്രമിക്കുന്ന സാത്താന ശക്തികളുണ്ട്, പൈശാചി ശക്തികളുണ്ട്, പിശാചുക്കളുണ്ട്.
അതിനെയൊന്നും കണ്ട് നീ വേദനിപ്പിക്കപ്പെട്ടും നീ ഭയപ്പെട്ടു പോകേണ്ട. ദൂട്ട പിശാചുക്കളോട് നിനക്കെതിരെ അപവാദം പറഞ്ഞ് നിനക്ക് ദൂഷണം പറഞ്ഞ് നടക്കുന്ന സാത്താന്യ ശക്തികളെ അതിന്റെ തലയെ ദൈവം തകർത്തോളും. അതിന്റെ തലമുറയായി ദൈവം അവരുടെ കണക്ക് തീർത്തോളും. അല്ലേരിയ. അതുകൊണ്ട് ക്രിസ്തുവിനെ അറിയുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിടത്തെ കടന്നില്ല. പക്ഷേ പൗലോസിനെ തരണം ചെയ്തതുപോലെ പൗലോസിന്റെ ജീവിതത്തിൽ ഒരുപാട് അമാനാപമാനങ്ങൾ, കഷ്ടങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഉപദ്രവങ്ങളും പീഡകളും എന്ന് വേണ്ട മരണകരമായ അനുഭവത്തിൽ അല്ലേരിയ ഗ്രേക്കറുമായുള്ള ആ ഗ്രേക്കർ എന്ന് പറയുന്ന ജാതിയോടൊപ്പം മൃഗയുദ്ധം എന്ന് പറയലേ, മൃഗത്ത് സ്വഭാവമുള്ള ഗ്രേക്കരോട് വരെ പൗലോസ് നേരിടേണ്ടി വന്നു. അവിടെയൊന്നും പൗലോസ് യേശുവിനെ തള്ളിക്കളയാതെ അവിടെയും പൗലോസ് പറയാ, ക്രിസ്തു മുഖാന്തരം എല്ലാം ഞാൻ ചെയ്തമെന്നു പൗലോസ് അവിടെയും പറയുക. അത് ക്രിസ്തു മുഖാന്തരം എല്ലാം നീ ചെയ്തമെന്നാണ്. അല്ലേരിയ സ്തോത്രം. എന്നെ കേൾക്കുന്ന പരിശീലികത കാമി സ്തോത്രം. കർത്താവിനെ അറിയുന്ന പരിജ്ഞാനത്താൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എണ്ണിയാ തീരാത്തതായിരിക്കും. കർത്താവിനെ കുറിച്ച് അറിയുന്ന നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എണ്ണിയാതൊടുങ്ങാത്തതായിരിക്കും. ഏക സത്യ ദൈവമായി നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നത് യേശുക്രിസ്തു തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്ന യോഹന്നാൻ 17:3 വായിക്കുന്നുണ്ട്. യേശു തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് യോഹന്നാൻ 17 പൗരോഹിത്യ പ്രാർത്ഥനയാണ്. അത് യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയാണ്. അവിടെയാണ് യേശു പറഞ്ഞത്, ഏക സത്യ ദൈവമായ നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവൻ. അപ്പൊ ഏക സത്യ ദൈവമായ നിന്നെയും യേശുക്രിസ്തു. അപ്പൊ ഏക സത്യ ദൈവം എന്ന് പറയുന്നത് യേശുക്രിസ്തു. ആ യേശുവിനെ അറിയുന്നത് തന്നെ അല്ലേലിയ നിത്യജീവന. അല്ലേലിയ. അപ്പൊ യേശുക്രിസ്തുവിലൂടെ നിത്യജീവൻ പ്രാപിച്ച് കർത്താവ് യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവിനൊരു ഒരുക്കത്തോടെയാണോ താങ്കളായിരിക്കുന്നത്? അതോ ഈ ലോകത്തിൽ ഇന്നും വെട്ടിപ്പിടിക്കുവാൻ, വലിച്ചെടുക്കുവാൻ, പിടിച്ചു പറിക്കാൻ വേണ്ടി ഓടി നടക്കുകയാണോ? അല്ലേലിയ. ആരുടെയും കട്ടും പിടിച്ച് മോഷ്ടിച്ചു ഒന്നും എടുക്കരുത്. വ്യാജം പറഞ്ഞൊന്നും വാങ്ങരുത്. ആരുടെയും ഒന്നും അപഹരിച്ചെടുക്കരുത്. അല്ലേലിയ. ദൈവവിധമല്ലാത്തത് എന്തെങ്കിലും നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അതെല്ലാം പൗലോസ് വലിച്ചെറിഞ്ഞതുപോലെ ഇന്ന് പകരം നീ വലിച്ചെറിയണം. അല്ലേലിയ. ദൈവികതമല്ലാത്തത് എന്തെങ്കിലും നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ പൗലോസ് വലിച്ചെറിഞ്ഞതുപോലെ നീ വലിച്ചെറിയണം. അല്ലേലിയ. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിനൊക്കെ പറഞ്ഞത്, ലോകത്തിൽ ജീവിക്കുന്നത് എത്രയോ സ്തോത്രം ശ്രേഷ്ഠമാണ്. ലോകത്തിൽ ജീവിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. പക്ഷെ അത് രക്ഷകനെ ഉള്ളിൽ ധരിച്ചു വരുവാണ്. അല്ലേറിയ. ഇവിടെ ഒരുപാട് വിദ്യാഭ്യാസങ്ങളും ബിരുദങ്ങളും ഒക്കെ നിങ്ങൾക്ക് നേടാൻ കഴിയും. അനുഭവം നല്ല നല്ല ജോലികൾ, നല്ല നല്ല സ്ഥാനമാനങ്ങൾ ഒക്കെ നേടാൻ കഴിയും. നല്ല നല്ല അവസരങ്ങൾ കിട്ടും. ഒരുപക്ഷെ ദേശത്തും വിദേശത്തും ഒക്കെ യാത്ര ചെയ്ത് അതെല്ലാം ഒരുപാട് വായിക്കൂട്ടി സമ്പാദിക്കാനൊക്കെ പറ്റുമെന്നേ. ഒക്കെ ചെയ്യാൻ പറ്റും. അതൊക്കെ ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷെ നിത്യജീവൻ നിനക്കുണ്ടായിരിക്കണം. ഏക സത്യ ദൈവമായിരിക്കുന്ന യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് നിത്യജീവൻ എന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഈ ലോകത്തിന് വേർപെട്ട് വിശുദ്ധി ജീവിക്കുന്ന നിനക്ക് എത്ര നന്മയുണ്ടായാലും അതിനൊന്നും കർത്താവ് പിണകത്തില്ല. പക്ഷെ നിന്റെ ഉള്ളിൽ നിത്യജീവൻ ഉണ്ടായിരിക്കും. ദൈവവചനപ്രകാരമായിരിക്കും നിന്റെ നന്മ മുഴുവൻ. ദൈവവചനത്തിന് വിരുദ്ധമായി ഒന്നും നമ്മൾ സമ്പാദിക്കാൻ പാടില്ല. അല്ലേലിയ. എന്നോട് പലരും ചോദിക്കാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ചോദിച്ചു, കർത്താവിന് വേണ്ടി ഇറങ്ങിയതിന്റെ പാസ്റ്റർക്ക് എന്ത് കിട്ടിയെന്ന് ചോദിച്ചു. ഞാൻ എനിക്കൊന്നും കിട്ടിയില്ല, നിത്യജീവൻ കിട്ടി. അവര് ചോദിച്ചാൽ ലോകപ്രകാരം എന്ത് കിട്ടിയെന്നാ. ഞാൻ ലോകപ്രകാരം എനിക്കൊന്നും കിട്ടിയില്ല. എനിക്കൊന്ന് കിട്ടി, എനിക്ക് രക്ഷകനെ കിട്ടി, നിത്യജീവൻ കിട്ടി, പ്രത്യാശ കിട്ടി. എന്റെ മരണത്തെക്കുറിച്ച് ബോധ്യം വന്നു. മരണാനന്തര ജീവിതം എവിടാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അല്ലെങ്കിൽ അതൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ചില പരീക്ഷന്മാരുടെ കാര്യം പറഞ്ഞു വരാം. ചിലരൊക്കെ ചോദ്യതാ, കർത്താവിനെ അറിഞ്ഞു നിങ്ങൾ ഈ പുസ്തകം എടുത്താൽ നിങ്ങൾക്ക് എന്തോ കിട്ടി. എന്നെ കേൾക്കുന്ന മനസ്സിലായി, ഈ കർത്ത പുസ്തകം, ഈ വിശുദ്ധ ബൈബിൾ എടുത്തതിന് ശേഷം കർത്താവ് തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞാൽ എണ്ണിയാൽ തീരത്തില്ല. ലോകപ്രകാരം എടുത്ത് കാണിക്കുന്നത് അനുതൊന്നും. അനുദിനം ഞങ്ങൾക്ക് തരുന്ന സമാധാനം, സന്തോഷം, സ്വസ്ഥതയുണ്ടല്ലോ. ഞങ്ങൾ അനുഭവിക്കുന്ന ആത്മീയ സുഖങ്ങളുണ്ടല്ലോ. അത് നിങ്ങൾക്കൊരു പക്ഷെ തിരിച്ചറിയണമില്ല. അത് തിരിച്ചറിയണമെങ്കിൽ നീ യേശുവിലേക്ക് മടങ്ങണം. പൗലോസ് കർത്താവിന് വേണ്ടി വേർതിരിച്ചതുപോലെ നീ കർത്താവിന് വേണ്ടി വേർതിരിക്കണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനം വായിക്കുന്ന പോലെ സ്വർഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടു ചെല്ലുന്ന പരിശുദ്ധനായ ദൈവത്തെക്കുറിച്ചുള്ള അറിവും പരിജ്ഞാനവും നിങ്ങൾക്ക് ജീവിതത്തിൽ ആവശ്യമാണ്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ കർത്താവ് വേണം. യേശുക്രിസ്തുവിലൂടെ അല്ലാതെ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. ഏത് മതത്തിൽ നിന്നാണ്, ഏത് മതത്തിന്റെ പ്രമാണത്തിൽ നിന്ന്, ഏത് മതം മേലാളന്മാർ പുറകെ നടന്നാലും യേശുക്രിസ്തുവിലൂടെ മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. തെളിവുണ്ട്. യോഹന്നാൻ സുവിശേഷം 14:6 ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമില്ലാതെ ആരും പിതാവിന്റെ സന്നിധിയിൽ എത്തുന്നില്ലെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം യേശുക്രിസ്തു മാത്രമാണ് സ്വർഗരാജ്യത്തിലെ ഏക വഴി, നേരായ വഴി. എങ്ങും തടസ്സമില്ലാതെ നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയും. അപ്പൊ നമ്മൾ യേശുവിനെ അറിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറും, സങ്കടങ്ങൾ മാറും.
അല്ലെ? നമുക്കൊരുപാട് വാരിപ്പോയി അല്ലെ 3-5 വട്ടം തലമുറയ്ക്ക് വേണ്ടി തിന്നാനൊന്നും സമ്പാദിക്കണമേ. ദൈവം നമ്മെ നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞാൽ പോരെ. പ്രൈസ്. കഷ്ടതകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരുകളും വേദനകളും ഇല്ലായ്മകളും ദാരിദ്ര്യങ്ങളും നൊമ്പരങ്ങളും നിന്ദകളും അപമാനങ്ങളും ഒക്കെ സഹിച്ച് ജീവിക്കുന്നതാണ് നല്ല ആത്മീയജീവിതം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് കർത്താവോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയും. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒരുപാട് ആളുകൾ എന്നെ വളരെ അപമാനിച്ച് പരിഹസിച്ച് എനിക്കെതിരെ വളരെ ശബ്ദം ഉയർത്തുന്ന ഒരുപാട് അപവാദികളോട് ഞാൻ എന്റെ ശുശ്രൂഷിക്കുന്നതിരെ ഞാനവിടെയൊക്കെ ദൈവത്തിനെ കുത്തിയത് പ്രാർത്ഥിക്കും, കർത്താവ് ഈ അപവാദികളുടെ നാവിനെ തുടരണമെന്നും പറഞ്ഞു. പ്രൈസോ. നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഏകരക്ഷകനായിരിക്കുന്ന ഏകസത്യതയുമായിരിക്കുന്ന കർത്താവ് യേശുക്കൾ നമുക്ക് ലഭിച്ച നിത്യജീവനെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ലോകത്തെ നമ്മൾ ഭയപ്പെടേണ്ടെന്നാണ്. ലോകത്തെ ഭയപ്പെടും, നമ്മൾ ദൈവത്തെ ഭയപ്പെട്ട പോലെ രക്തം ചെയ്യും. ഉടനെ ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെയും പരിജ്ഞാനത്താൽ നിങ്ങൾക്ക് കൃപയും സമാധാനം വർദ്ധിക്കുമാറാകട്ടെ എന്ന 2 പത്രോസ് ലേഖനം ഹല്ലേലൂയ 1-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം 2-ാം വാക്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം വീണ്ടും നമ്മൾ ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. പൗലോസ് പറയും എല്ലാം പൗലോസ് ചവറെന്ന് എണ്ണിയതാണ്. ഹല്ലേലൂയ. എല്ലാം പൗലോസ് ചവറെന്ന് എണ്ണി. പ്രൈസ്. അല്ലെ? എല്ലാം ഛേദമെന്നല്ലേ പറയുമ്പോൾ ഫിലിപ്പി ലേഖനം 3:11 വരുമ്പോൾ കാണുന്നത് അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ആമി എഴുതിയിട്ടുണ്ട്, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയുന്നത് ഇങ്ങനെ വല്ല വിധേയനെയും മരിച്ചവരുടെ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറെന്ന് എണ്ണിയിരിക്കുന്നു. മുമ്പ് ആദ്യ പൗലോസ് പറഞ്ഞ് എല്ലാം ചേർന്നെന്ന് എണ്ണി. ഇപ്പം പൗലോസ് കർത്താവിനോട് കൂടെ ഇരിക്കാൻ വേണ്ടി എല്ലാം ചവറെന്ന് എണ്ണുകയാണ്. അല്ലേ? എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ പ്രതി യേശുക്രിസ്തുവിനെ പ്രതി തന്റെ എല്ലാ പ്രൗഢികളും അടിച്ചുവാരി കളയുന്ന ഉച്ഛിഷ്ടങ്ങളോട് ഉപമിച്ച് ചവർ എന്ന് പൗലോസ് പറയാം. കർത്താവ് യേശുക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ ഉച്ഛിഷ്ടങ്ങളുടെ അതിനെ ചവറെന്ന് പറഞ്ഞ് അതിനെല്ലാം അടിച്ചുവാരി പുറത്താക്കി യേശുക്രിസ്തുവിലൂടെ പുതുജീവൻ പ്രാപിച്ച പൗലോസ്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, പൗലോസ് പറഞ്ഞതുപോലെ ഹല്ലേലൂയ സ്തോത്രം. എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാനിപ്പോഴും എല്ലാം ഛേദമെന്നത് ക്രിസ്തു മുഖാന്തരം കർത്താവിൽ നിൽക്കാൻ കഴിയുമോ? മരണാന്റെ ജീവിതമുണ്ട്, സ്വർഗരാജ്ഞി ഉണ്ടാവുമോ? ഇല്ലെങ്കിൽ ഇന്ന് പകൽ നിന്റെ കർത്താവിന്റെ ഹൃദയം കൊടുത്ത് നിത്യജീവനെ പ്രാപിച്ച് രക്ഷകന് വേണ്ടി നീ ജീവിക്കുക. കർത്താവിന്റെ ജീവിതത്തിൽ എല്ലാ കഷ്ടങ്ങൾ മാറ്റും, എല്ലാ നൊമ്പരങ്ങളും പ്രയാസങ്ങളും മാറ്റി കണ്ണുകൾ അടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല സമയത്ത് ഈ വചനം കേട്ടുകൊണ്ട് സകല ജനത്തെ കേരളത്തിൽ ലോക രാജ്യങ്ങളിൽ 100 കോടി ജനം, വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണാധികാരി, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേഖല, ഗോത്രങ്ങൾ, ദ്വീപുകൾ, ആദിവാസി, ട്രൈബൽ മേഖലയിലെ സകല ജനത്തെയും കരസേന, വ്യോമസേന, നാവികസേന അധികാരം, VSCRP, ക്രമസമാധാന പാലം, നിയമനിർമ്മാണ രഹസ്യാന്വേഷണങ്ങൾക്കാരുടെ പോലീസ് ജുഡീഷ്യൽ വിഭാഗങ്ങൾ, എക്സൈസ്, ഫോറസ്റ്റ് ഫയർ സ്റ്റേഷൻ തുടങ്ങിയ മേഖലയായിരിക്കുന്ന സഹകരണ പുതുമേഖലയായിരിക്കുന്ന വിദ്യാഭ്യാസ സാമ്പത്തിക മേഖല, എല്ലാ ബാങ്ക് മേഖലയായിരിക്കുന്ന ജനത്തിന് എല്ലാ കേന്ദ്രാവസ്ഥാനം എല്ലാം ലോകരാഷ്ട്ര ഫലമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കടലോരവാസികൾ, മത്സ്യബന്ധന കാലഘട്ടത്തിൽ കടന്നുപോയിരിക്കുന്നവർ, തീരദേശവാസികൾ, കർഷകനും മെക്കാനും മോട്ടോർ യൂണിയനകത്ത് പ്രവർത്തിക്കുന്നവർ, ഹല്ലേലൂയ എല്ലാ തയ്ച്ചുകൊണ്ട് ഡ്രൈവേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ തൊഴിൽ മേഖലയിൽ, കാർഷിക രംഗത്തും യൂണിയൻ രംഗത്തും ആയിരിക്കുന്ന എല്ലാ കൺസ്ട്രക്ഷൻ മേഖലയിലും, എല്ലാ കാർഷിക മേഖലയും കർഷകരും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മത, സാമൂഹിക, സാംസ്കാരിക, മാധ്യമ, മീഡിയ രംഗങ്ങളിൽ ചരിത്രം എല്ലാ മേഖലയിൽ നിൽക്കുന്ന എല്ലാ ഭരണപക്ഷ പാർട്ടികളെയും ശൈശവത്തിൽ, ബാല്യ, കൗമാരി, യുവനത്തിൽ, ചോട്ടയിലായിരിക്കുന്ന മദ്യത്തിൽ, മയക്കുവിന്, പാൻസ്, ലഹരിക്ക് അടിപ്പെട്ട് എല്ലാ ചൂതാട്ട, ജടി, വ്യഭിചാര, വരച്ച, അശുദ്ധി, ഉഷ്കാമൽ അകപ്പെട്ട് കിടക്കുന്ന സകല ജനത്തിനും മാനസാന്തരം കൊടുക്കണം. ഏക സത്യ ദൈവമായിരിക്കുന്ന യേശുക്രിസ്തുവിനെ അറിയുന്ന നിത്യജീവൻ എന്നുള്ള പറഞ്ഞ് പൗലോസ് തന്റെ ജീവിതത്തിന്റെ എല്ലാ കഴിഞ്ഞകാല പ്രൗഢിയും ഉച്ഛിഷ്ടങ്ങൾ എണ്ണി അതിലെല്ലാം ചവറെന്നെണ്ണി അവയെല്ലാം ഛേദമെന്നെണ്ണി കർത്താവിന് വേണ്ടി പൗലോസ് അനുഗമിച്ചതുപോലെ കർത്താവ് ഈ സകല ജനങ്ങൾ ഭാര്യപെരുമ്പിട്ട് മടങ്ങി വന്ന് യേശുക്രിസ്തു എനിക്ക് നിത്യജീവൻ അവകാശികളായി കർത്താവിന്റെ വരവിനായി ഒരുമാറ്റം കാണും. വിദേശ രാജ്യങ്ങൾ കിടന്ന് ജോലി ചെയ്യുന്നവർ, ജീവിതം ആരംഭിച്ചവർ, അവിടെ പഠിക്കുന്നവർ, അവിടെ സ്ഥിരാവസമാക്കിയവർക്കായി പ്രാർത്ഥിക്കുന്നവർ, അവിടെ കഷ്ടസഹിതം നൊമ്പരപ്പെടുന്നു, മണ്ണാതി വേദന, നാട്ടിൽ കിടന്ന് കഴിവ് സാറിന് കിട്ടാതെ മാനപ്പെടുന്നവർ, വിസ നഷ്ടപ്പെടുന്നവർ, പാസ്പോർട്ട് നഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, പീഡ സൗകര്യങ്ങൾക്കായി എല്ലാവരും പറഞ്ഞു ലഹരി പദാർത്ഥം കൊണ്ട് തലമുറ നഷ്ടപ്പെടും. സ്കൂൾ, കോളേജ്, ക്യാമ്പസ്, കാര്യങ്ങളെല്ലാം അക്രമങ്ങൾ പെരുവോടെല്ലാം ദൈവത്തിന്റെ നീതി വെളിപ്പെടണമേ. പ്രാവശ്യം ഇതെല്ലാം വിട്ട് മടങ്ങി നിത്യജീവനെ പ്രാപിച്ച് യേശുവിന്റെ ജീവിക്കുന്ന സമാധാനം വളരെ തീരുവാൻ
എന്താണ് കുടുംബജീവൻ തകർന്നമായി ഡിവോഴ്സിന്റെ വെക്കലേക്ക് കാണും ലക്ഷക്കണക്കിന് കേസുകൾ കർത്താവ് തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർ ഒരു തൊട്ട് ഭൂമിയില്ലാതെ സ്ഥലമില്ലാതെ കടലിലൂടെ കടക്കിണിയാൻ ഭാരപ്പെടുന്നവർ വിവിധ രോഗങ്ങൾക്ക് അതിൻ്റെതായി കഴിയുന്ന അനേക ജീവിതങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ജനത്തിന് വിടുതൽ കൊടുക്കും, സ്വസ്ഥത കൊടുക്കണമേ. തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾക്ക് ദൈവത്തിലേക്ക് മടങ്ങി വരട്ടെ. നേടിയ നിരീശ്വരവാദികളും യുക്തിവാദികളും ദൈവമില്ലാതെ മൂടന്മാരടക്കം തീവ്രവാദികൾ ഭീകരവാദികൾ വർഗീയവാദികൾക്കും മാനസാന്തരം കൊടുക്കണ്ട. ഇവരെല്ലാം കർത്താവ് നിത്യജീവൻ അവകാശമായി തീരുവണ്ടേക്കണമേ. മതത്തിന് പേരിൽ രാഷ്ട്രീയത്തിൽ തമ്മിലടിച്ച് കലകിച്ച് രക്തച്ചുറ്റുണ്ടാക്കാതെ മദ്യവും മയക്കുവരും ലഹരിമൊക്കെ ഉപയോഗിച്ച് അടിപിടി ഉണ്ടാക്കി രക്തച്ചുറ്റുണ്ടാകാതെ ജനം മടങ്ങി വന്ന് നിത്യജീവനെ പ്രാപിപ്പം ക്രിസ്തുവിശ്വ സമാധാന പ്രായപ്പാടയാകണമേ. പാരമ്പര്യത്തിൽ കർത്താവിയൊക്കെ പാരമ്പര്യത്തിൽ പാരമ്പര്യത്തിൽ എല്ലാ ഉച്ചിഷ്ടങ്ങളും ആമയും പുറത്തിറങ്ങി വലിച്ചെറിഞ്ഞുകൊണ്ട് ചാമനം തണ്ടിക്കൊണ്ട് ജനം മടങ്ങിവരനായി പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ ദാസദാസന്മാർ കേരളത്തിലും ഭാരതദേശ രാജ്യങ്ങളിൽ ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുകയും പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും ദൈവകൃപ പകരണമേ. ഇതുപോലെ ഞങ്ങൾക്ക് എല്ലാ ദൈവമക്കളും നടക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമീൻ ആമീൻ ആമീൻ.